ബൈബിളിലെ ഏറ്റവും സങ്കീർണവും നിഗൂഢവുമായ ഒരു പ്രവചനത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? വെളിപാട് പുസ്തകത്തിലെ ആ മൃഗം ആരാണിത്? അതോ എന്താണിത്? വരൂ, ഈ പുരാതന രഹസ്യത്തിന്റെ ചുരുളുകൾ നമുക്ക് ഒരുമിച്ച് നിവർത്താം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. കടലിൽ നിന്ന് പൊങ്ങിവരുന്ന ഒരു ഭീകരരൂപി, 7 തലകൾ, 10 കൊമ്പുകൾ. അപ്പോസ്തലനായ യോഹന്നാൻ കണ്ട ഈ ദർശനത്തിലാണ് നമ്മുടെ ഈ അന്വേഷണം തുടങ്ങുന്നത്. ഈ കടങ്കഥയുടെ ഉത്തരം തേടാൻ നിങ്ങൾ റെഡിയല്ലേ? ഇത്രയും സങ്കീർണമായൊരു പ്രവചനമല്ലേ? പേടിക്കേണ്ട. ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മളിതിനെ ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പോവുകയാണ്. ആദ്യം ആ കടലിൽ നിന്ന് വരുന്ന മൃഗം ആരാണെന്ന് നോക്കും. പിന്നെ അതിന്റെ തലകളുടെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തും. അതിനുശേഷം വേറെ ചില കഥാപാത്രങ്ങളുമായിട്ടുള്ള അതിന്റെ ബന്ധം നമ്മൾ പരിശോധിക്കും. അവസാനം ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ആ അന്തിമകാല സംഭവങ്ങളുടെ ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ ഒന്നാം ഭാഗം, കടലിൽ നിന്നൊരു മൃഗം. ആരാണ് ഈ പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്, അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാ മനസ്സിലുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ആരാണ് ഈ മൃഗം? പ്രതീകാത്മകമായി ഈ ലോകമെന്ന കടലിൽ നിന്ന് പൊങ്ങിവരുന്നത് ഒരു വ്യക്തിയാണോ, അതോ ഒരു വലിയ സാമ്രാജ്യമാണോ? ഇതിന്റെ ഉത്തരം ചിലപ്പോൾ നമ്മളെ ഞെട്ടിച്ചേക്കാം. ഈ വ്യാഖ്യാനമനുസരിച്ച് ഈ മൃഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ ഭരിക്കാൻ പോകുന്ന ഒരു ആഗോള രാഷ്ട്രീയ സംവിധാനമാണ്. ഒരു തരം സൂപ്പർ റോം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചരിത്രത്തിലെ ആ പഴയ റോമൻ സാമ്രാജ്യമില്ലേ, അതിന്റെ പുനരുജ്ജീവിച്ച, അതിനേക്കാൾ എത്രയോ ശക്തമായ ഒരു പുതിയ രൂപം. പക്ഷേ ശ്രദ്ധിക്കണം, ഈ മൃഗമെന്ന് പറയുന്നത് ആകാശത്തുനിന്ന് പൊട്ടിവീണ ഒരു പുതിയ ശക്തിയല്ല, മറിച്ച് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഭീകരന്മാരായ സാമ്രാജ്യങ്ങളുടെയെല്ലാം ഒരു കോംബോ പാക്കാണ്. അതിന് ഗ്രീസിന്റെ വേഗതയുണ്ട്, പേർഷ്യയുടെ ആ കരുത്തുണ്ട്, ബാബിലോണിന്റെ ഗർജനവുമുണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്ന ഇതിനു മുൻപ് ലോകം കണ്ടിട്ടില്ലാത്ത ഒരു ഭീകരശക്തി. ഓക്കെ, അപ്പോൾ മൃഗം ഒരു ലോക ഗവൺമെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ കഥ എവിടെ തീരുന്നില്ല. അതിന്റെ ആ 7 തലകളുടെ രഹസ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്തായിരിക്കും ഈ 7 തലകൾ? അവ എന്തിനെയാവും പ്രതിനിധീകരിക്കുന്നത്? ഈ തലകൾ വെറുമൊരു ഡിസൈൻ അല്ല കേട്ടോ. അവ ഓരോന്നും ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ഓരോ വലിയ സാമ്രാജ്യങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ ബൈബിൾ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ 7 ലോകശക്തികൾ. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ തല ഈജിപ്റ്റ്, പിന്നെ അസീരിയ, ബാബിലോൺ, പേർഷ്യ, ഗ്രീസ് എന്നിങ്ങനെ വരുന്നു. 6ാമത്തെ തല, അതാണ് റോം. ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. ഈ 6ാമത്തെ തലയ്ക്ക്, അതായത് റോമിന്, മാരകമായൊരു മുറിവേൽക്കുന്നു. ചരിത്രത്തിൽ നിന്ന് അത് ഏതാണ്ട് അപ്രത്യക്ഷമായി എന്നുവരെ തോന്നിപ്പോകും. പക്ഷേ പ്രവചനം പറയുന്നത് അതല്ല, ആ മുറിവ് ഭേദമാകുമെന്നാണ്. അതെ, ആ മുറിവ് ഭേദമായി പുനർജനിക്കുന്ന ആ 7ാമത്തെ തലയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലോക മൃഗ ഗവൺമെന്റ്. കണ്ടില്ലേ ആ കണക്ഷൻ? കഥ ഇവിടം കൊണ്ടും തീരുന്നില്ല. 7 തലകൾ കഴിഞ്ഞിട്ട് ഒരു 8ാമത്തെ രാജാവ് കൂടി വരുന്നുണ്ട്. ഇതാരാണ്? 7ൽ ഒരാളാണ്, പക്ഷെ അതേസമയം വ്യത്യസ്തനുമാണ്. ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, പിന്നെ വരും എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും കൺഫ്യൂഷനാവുന്നുണ്ടല്ലേ? നമുക്കൊന്ന് നോക്കാം. ശരി, 3ാം ഭാഗത്തേക്ക് കടക്കാം. വേശ്യയും മൃഗവും. ആ 8ാമത്തെ രാജാവിന്റെ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേറെ 2 പ്രധാന കഥാപാത്രങ്ങളെ കൂടി പരിചയപ്പെട്ടേ മതിയാവൂ. അങ്ങനെ രംഗത്തേക്ക് വരികയാണ് ചുവന്ന മൃഗവും ബാബിലോൺ വേശ്യയും. നമ്മുടെ ഈ കടങ്കഥയുടെ ഉത്തരം ഒരുപക്ഷേ ഇവരുടെ കയ്യിലായിരിക്കും. നമ്മുടെ 7ാമത്തെ തലയെ ഓർമ്മയില്ലേ? ആ പുനരുജ്ജീവിച്ച സാമ്രാജ്യം. അത് തന്നെയാണ് ഈ ചുവന്ന മൃഗം. ആ ലോക ഗവൺമെന്റിന്റെ രാഷ്ട്രീയവും സൈനികവുമായ ശക്തിയുടെ നേർരൂപം. പക്ഷെ ഒരു ചോദ്യമുണ്ട്: ആരാണ് ഈ ഭീമൻ രാഷ്ട്രീയ ശക്തിയെ നിയന്ത്രിക്കുന്നത്? അതാണ് ബാബിലോൺ വേശ്യ. ഈയൊരു വ്യാഖ്യാനമനുസരിച്ച് ഈ രാഷ്ട്രീയ മൃഗത്തിന്റെ പുറത്ത് സവാരി ചെയ്ത് അതിനെ നിയന്ത്രിക്കുന്ന അതിശക്തമായ ഒരു മതസംവിധാനമാണിത്. അപ്പോൾ സമവാക്യം ക്ലിയറാണല്ലോ അല്ലേ? ചുവന്ന മൃഗം, അതായത് രാഷ്ട്രീയം, പ്ലസ് അതിന്റെ പുറത്ത് സവാരി ചെയ്ത് അതിനെ നിയന്ത്രിക്കുന്ന വേശ്യ, അതായത് മതം. ഇത് രണ്ടും ചേരുമ്പോഴാണ് നമ്മൾ ആദ്യം കണ്ട കടൽ മൃഗമുണ്ടാകുന്നത്. ഈയൊരു സംയുക്ത ശക്തി, ഈ രാഷ്ട്രീയ മതസഖ്യമാണ് ആ നിഗൂഢനായ 8ാമത്തെ രാജാവ്. ഇപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടി തുടങ്ങിയില്ലേ? നമ്മുടെ ഈ പ്രാവചനിക നാടകത്തിലെ അവസാനത്തെ പ്രധാന കളിക്കാരനെ കൂടി നമുക്ക് പരിചയപ്പെടാം. അതാണ് 2ാമത്തെ മൃഗം. ഭൂമിയിൽ നിന്നാണ് ഇവന്റെ വരവ്. പക്ഷേ സൂക്ഷിക്കണം, ഇവനൊരു കപടവേഷധാരിയാണ്. കാഴ്ചയിൽ ഒരു കുഞ്ഞാടിനെപ്പോലെ വളരെ നിഷ്കളങ്കനായി തോന്നും. പക്ഷേ വായ തുറന്നാൽ സംസാരം ഒരു മഹാസർപ്പത്തെപ്പോലെ വിഷം ചീറ്റുന്നതായിരിക്കും. ഇയാളാണ് വ്യാജപ്രവാചകൻ. ഇവരുടെ റോളുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കടൽ മൃഗം ഒരു സ്വേച്ഛാധിപതിയാണ്. അധികാരം ഉപയോഗിച്ച്, ബലം പ്രയോഗിച്ച് ഭരിക്കുന്നു.
എന്നാൽ കരമൃഗത്തിന്റെ രീതി അതല്ല. അവനൊരു പ്രൊപ്പഗാൻഡ മിനിസ്ട്രിയെ പോലെയാണ്. അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതായത് അധികാരവും വഞ്ചനയും കൈകോർക്കുന്ന ഒരു ഭീകര കൂട്ടുകെട്ട്. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. അന്തിമ സമയരേഖ. ഇപ്പോൾ നമുക്ക് എല്ലാ കഥാപാത്രങ്ങളെയും അറിയാം. ഇനി ഇവരെല്ലാം ചേർന്ന് അരങ്ങേറാൻ പോകുന്ന ആ അന്തിമകാല സംഭവങ്ങൾ ഏത് ക്രമത്തിലായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ അവസാന നാളുകൾക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. 1-ാം ഘട്ടം, ആ സംയുക്ത മൃഗം, അതായത് വേശ്യയും ചുവന്ന മൃഗവും ചേർന്ന രൂപം 42 മാസം ഭരിക്കും. അത് വലിയ പീഡനങ്ങളുടെ ഒരു കാലമായിരിക്കും. 2-ാം ഘട്ടം, 7 മഹാമാരികൾ വന്ന് ഭൂമിയെ നശിപ്പിക്കുന്നു. 3-ാം ഘട്ടം, ഇവിടെയാണ് കഥ മാറുന്നത്. ചുവന്ന മൃഗം കൂടെയുണ്ടായിരുന്ന വേശ്യയെ നശിപ്പിക്കുന്നു. എന്നിട്ട് തനിച്ച് അർമഗദ്ദോനിലെ ആ അവസാന യുദ്ധത്തിനായി ഒരുങ്ങുന്നു. ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കൂ. ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കും. ഭരണത്തിന്റെ ആദ്യ പകുതിയിൽ വേശ്യയും ചുവന്ന മൃഗവും ഒരു ടീമാണ്. ഒരുമിച്ചാണ് ഭരണം. എന്നാൽ ആ മഹാമാരികൾക്ക് ശേഷം 2-ാം പകുതിയിൽ കളി മാറുന്നു. ചുവന്ന മൃഗം ആ മതശക്തിയായ വേശ്യയെ നശിപ്പിച്ച് ഭരണം ഒറ്റയ്ക്ക് കയ്യിലെടുക്കുന്നു. ഒരു ശഖ്യത്തിൽ നിന്ന് തുടങ്ങി സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യത്തിൽ അവസാനിക്കുന്ന ഒരു ഭരണം. അപ്പോ ഈ പോരാട്ടത്തിന്റെ അവസാനം എന്താകും? പ്രവചനം വ്യക്തമായി പറയുന്നു. ആ രാഷ്ട്രീയ മൃഗവും അതിന് പിൻബലം നൽകിയ വ്യാജ പ്രവാചകനും 2 പേരും ഒരുമിച്ച് പരാജയപ്പെടും. അവരെ അഗ്നിപ്പൊയ്കയിലെറിയും. അതോടെ അവരുടെ ഭരണം അവസാനിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ വ്യാഖ്യാനം ചരിത്രത്തിലുടനീളവും ഒരുപക്ഷെ ഭാവിയിലും അധികാരത്തിനു വേണ്ടി മത്സരിക്കുന്ന രാഷ്ട്രീയ മതസംവിധാനങ്ങളുടെ വളരെ സങ്കീർണമായ ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിൽ വരച്ചുകാട്ടുന്നത്. അവസാനമായി ഒരു ചോദ്യം. ഈ പുരാതന പ്രതീകങ്ങൾക്കെല്ലാം ഇന്ന് നമ്മളോട് എന്താണ് പറയാനുള്ളത്? അധികാരത്തിനു വേണ്ടിയുള്ള ഈ രാഷ്ട്രീയ മതപോരാട്ടങ്ങളുടെ ചിത്രം നമ്മുടെ ഇന്നത്തെ ലോകത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നമുക്ക് നൽകുന്നുണ്ടോ? ആ ഉത്തരം കണ്ടെത്തേണ്ടത് ഒരുപക്ഷേ നമ്മൾ ഓരോരുത്തരുമായിരിക്കും. ചിന്തിക്കുക.